Hi friends, welcome back to my channel. ഇന്ന് ഞാനിവിടെ ഒരു പുഡിംഗ് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. നല്ല ചൂട് കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു പുഡിംഗ് ആവാം എന്ന്. ഇത് ഞാൻ ബട്ടർസ്കോച്ച് പുഡിംഗ് റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ഉണ്ടാക്കാവുന്നതാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ വേണ്ടേ. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പേ ഒരു കാര്യം പറയാനുണ്ട്. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് നട്ട്സ് കാരമലൈസ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനായി ഒരു പാൻ വെച്ച് അതിലോട്ട് 1/4 കപ്പ് ഷുഗർ ആഡ് ചെയ്യുക. ഞാൻ 250 ml കപ്പ് മെഷർമെൻറ്റാണ് എടുത്തത്. അതിൽ 1/4 കപ്പ് ഷുഗർ ആഡ് ചെയ്തിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. നമ്മുടെ ഷുഗർ മെൽട്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഷുഗർ നന്നായി മെൽട്ടായിട്ടൊരു ബ്രൗൺ കളർ വരുന്നത് വരെ നമുക്ക് മെൽട്ടായിരിക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ഷുഗർ കാരമലൈസ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഒരു 1/4 കപ്പ് നട്ട്സ് ആഡ് ചെയ്യണം. ഞാനിവിടെ കാഷ്യൂ നട്ട്സും നമ്മുടെ നോർമൽ കടലില്ലേ പീനട്ടുമാണ് എടുത്തത്. ഞാൻ ഈ കാരമലൈസ് ഷുഗറിലോട്ട് നമ്മുടെ നട്ട്സൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പറിലോട്ടോ അല്ലെങ്കിൽ ഒരു ബട്ടർ ഗ്രീസ് ചെയ്ത പ്ലേറ്റിലോട്ടോ ഇത് മാറ്റിയിട്ട് ഒന്ന് സെറ്റാവാൻ വെക്കണം. ഒന്ന് ഹാർഡ് ഫോമായി വരുമ്പോൾ നമുക്കിത് എടുക്കാവുന്നതാണ്. ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി സെക്കൻഡ് സ്റ്റെപ്പ് നമുക്ക് ബട്ടർസ്കോച്ച് സോസാണ് ഉണ്ടാക്കേണ്ടത്. അതിനായി ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര ഒരു പാനിലോട്ട് എടുത്തിട്ടുണ്ട്. 250 ml കപ്പ് മെഷർമെൻറ്റാണ്. അതിൽ 1/2 കപ്പ് പഞ്ചസാര ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമുക്ക് മെൽറ്റ് ചെയ്യേണ്ടത്. അതിലോട്ടൊരു 1/4 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്യണം. നമ്മുടെ ഷുഗറൊക്കെ ഏകദേശം മെൽട്ടായിട്ടുണ്ട്. ബ്രൗൺ കളർ ചെറുതായിട്ട് അപ്പിയർ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായി മെൽട്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഷുഗർ. അപ്പോൾ നമ്മുടെ ഷുഗറൊക്കെ ഏകദേശം കാരമലൈസ് ആയി വരുന്നുണ്ട്. അപ്പോൾ ഷുഗർ ഏകദേശം നന്നായി കാരമലൈസ് ആയിട്ടുണ്ട്. ഇനി 4 കപ്പ് ബട്ടർ ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ബട്ടർ നന്നായി മെൽട്ടാകുന്നത് വരെയാണ് നമുക്കിത് മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ബട്ടറൊക്കെ ചെറുതായിട്ട് മെൽട്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ബട്ടർ നമ്മുടെ കാരമലൈസ്ഡ് ഷുഗറിലോട്ട് നന്നായി മെൽട്ടായി കഴിഞ്ഞാൽ ഇതിലോട്ട് നമുക്കൊരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാം. 250 ml കപ്പ് മെഷർമെൻറ്റാണ് ഞാൻ എടുക്കുന്നത്. അതിലൊരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഇതിലോട്ട് ആഡ് ചെയ്തിട്ടൊരു 2 to 3 മിനിറ്റ് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീമും ഇതിൽ നന്നായി മിക്സായിട്ട് നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇത് ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മളൊരു 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കണം. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാൻ വെക്കണം. റൂം ടെമ്പറേച്ചറിൽ ചൂടാറാൻ വെക്കുക. അപ്പോൾ ഇനി തേർഡ് സ്റ്റെപ്പ് വന്നിട്ട് നമുക്ക് ബട്ടർസ്കോച്ച് ക്രീം റെഡിയാക്കാണ് വേണ്ടത്. അതിനായിട്ട് ഞാനൊരു ബൗളിലോട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബീറ്റർ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു സ്റ്റിഫ് പീക്ക് ഫോർമേഷൻ വരുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മളെപ്പോഴും ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ ലോ, മീഡിയം, ഹൈ ഈ ഒരു ഇതിലാണ് നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ക്രീം ഏകദേശം ഇങ്ങനെ പീക്ക് സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു പീക്ക് ഫോർമേഷൻ ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ കാരമലൈസ്ഡ് നട്ട്സ് സെറ്റായിട്ടുണ്ട്. നമുക്ക് ചെറിയ പീസാക്കിയിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒരു തുണിയിലോ കവറിലോ ഇട്ടൊന്ന് ചെറിയ പീസാക്കി എടുക്കാം. ഞാനിതാ കാരമലൈസ്ഡ് നട്ട്സ് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബീറ്റ് ചെയ്ത് വെച്ച ക്രീമിലൊരു 6 ടേബിൾ സ്പൂൺ ബട്ടർസ്കോച്ച് സോസ് ചൂടാറിയതിന് ശേഷം നമ്മൾ ഈ ക്രീമിലോട്ടൊന്ന്
ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ആദ്യം സ്പാറ്റില യൂസ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കൊരു ബീറ്റർ യൂസ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഒരു 6 ടേബിൾ സ്പൂൺ ബട്ടർസ്കോച്ച് സോസ് ഇതിലോട്ട് ആഡ് ചെയ്യുകയാണ്. ടേബിൾ സ്പൂൺ ബട്ടർസ്കോച്ച് സോസ് ഞാൻ ഈ ക്രീമിലോട്ട് ആഡ് ചെയ്തിട്ട് സ്പാറ്റില യൂസ് ചെയ്തിട്ടൊന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് പ്രകാരം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബീറ്റർ യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം, ഒരു പീക്ക് ഫോർമേഷൻ വരുന്നത് വരെ. അപ്പോൾ നമ്മുടെ ക്രീമും ബട്ടർസ്കോച്ച് സോസും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു പീക്ക് ഫോർമേഷൻ കൂടി ആയിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടത്. അതിനായിട്ട് ഞാനൊരു 6 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബട്ടർസ്കോച്ച് സോസ്, കാരമലൈസ്ഡ് നട്ട്സ്, പിന്നെ വിപ്പിംഗ് ക്രീം. അപ്പോൾ നമുക്ക് നമ്മുടെ പുഡിംഗ് സെറ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ആദ്യം ഒരു ബ്രെഡ് പീസ് എടുക്കുക. ബ്രെഡ് പീസ് നമ്മൾ ഈ ബട്ടർസ്കോച്ച് സോസിലൊന്ന് 2 സൈഡും നന്നായി ഒന്ന് ഡിപ്പ് ചെയ്യുക. ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ബൗളിലോട്ട് വെച്ച് കൊടുക്കണം. ഈ വന്നിട്ട് നമ്മൾ ഈ ക്രീമാണ് സെക്കൻഡ് ലെയർ കൊടുക്കുന്നത്. ഒരു സ്പാറ്റുല അല്ലെങ്കിൽ സ്പൂണോ യൂസ് ചെയ്തിട്ട് നമ്മൾ ലെയർ കൊടുക്കണം. ക്രീമിൻ്റെ ഒരു ലെയർ കൊടുക്കണം. ലേശം ക്രീം നമ്മുടെ ബൗളിലോട്ട് ഇട്ടിട്ട് നമ്മളൊരു സ്പൂൺ വെച്ച് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യണം. ഇതാണ് നമ്മുടെ സെക്കൻഡ് ലെയർ. ആദ്യത്തെ ലെയർ വന്നിട്ട് നമ്മൾ ബ്രെഡ് ബട്ടർസ്കോച്ച് സോസിൽ ഡിപ്പ് ചെയ്തിട്ട് വെച്ചതാണ്. സെക്കൻഡ് ലെയർ വന്നിട്ട് നമ്മുടെ ക്രീം. പിന്നെ തേർഡ് ലെയർ വന്നിട്ട് നമ്മൾ കുറച്ച് നെറ്റ് പ്രലൈൻ കൊടുക്കുകയാണ്. കാരമലൈസ്ഡ് നട്ട് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങളുടെ ആവശ്യാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്ന. അപ്പോൾ നമുക്ക് ഈ സ്റ്റെപ്സ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ബ്രെഡ് സോസിൽ ഡിപ്പ് ചെയ്തിട്ട് വയ്ക്കുക. അതിനുശേഷം അതിന് മുകളിൽ ക്രീം വെച്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ നെറ്റ് സ്പ്രെഡ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പുഡിംഗ് സെറ്റായിട്ടുണ്ട്. ഇത് ഇങ്ങനെയാണ് നമുക്ക് സെറ്റ് ആവേണ്ടത്. ഞാനിവിടെ ഒരു 3 ലെയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുഡിംഗ് സെറ്റാക്കിയിട്ടുണ്ട്. പുഡിംഗ് സെറ്റായതിന് ശേഷം ഇതൊരു 5 to 10 മിനിറ്റ്സ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർസ്കോച്ച് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർസ്കോച്ച് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും തീർച്ചയായും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കണം. അപ്പോൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങളുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു കുക്കിംഗ് വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.